പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിവസം നമുക്ക് ഒരുമിച്ച് സഭയായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാനും ഒക്കെ നമുക്കിടയായി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് ഇച്ചിരി വചനം ആഴത്തിലേക്കൊന്ന് പഠിക്കാൻ പോവുക. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ ഓർമ്മയുണ്ട്, ബില്ലി ഗ്രാമിൻ്റെ ഒരു ബുക്കുണ്ട്, ദൈവത്തോട് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് സമാധാനം, എങ്ങനെ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇസ്രായേൽ മക്കൾക്കൊരിക്കലും ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. ഈ ലോകത്തിലെ അനേകർക്ക് ദൈവത്തോട് സമാധാനമില്ല. ദൈവം ആരാന്നറിയത്തോലും ഇല്ല, പിന്നെ എങ്ങനെ ദൈവത്തോട് സമാധാനം ഉണ്ടാകും. അപ്പം ഞാൻ ആ ബുക്ക് ഗൾഫിൽ നിന്ന് അവിടെ വെച്ച് തന്നെ വായിച്ചു. ഒരാൾ അങ്ങനെ നിരീശ്വരവാദത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊണ്ട് കൊടുത്തു. ആളുടെ പേര് പറയുന്നില്ല, നമ്മുടെ ഒരു അടുത്ത റിലേറ്റീവ്. ആ ആഗ്രഹമേ അങ്ങനെയെങ്കിലും ഇതൊന്ന് സത്യം പറഞ്ഞട്ടെ, ആ ബുക്ക് കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് യോജിക്കാൻ പറ്റാത്ത സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവത്തോട് സമാധാനത്തിലേക്ക് വരാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അറിവും ദൈവത്തോട് സമാധാനത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് തടസ്സമായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്കറിയില്ല എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വാങ്ങിച്ച്, ഞാൻ ഗൾഫിൽ വെച്ച് അത് കണ്ടതാണ്. അവിടെ ഒരു ട്രീറ്റി ചർച്ചിൻ്റെ ഒരു ട്രിപ്പ് ഷോപ്പിൽ ആ ബുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി എൻ്റെ അകത്തുനിന്ന് ഒത്തിരി നല്ല കാര്യം, ബില്ലി ഗ്രാമിൻ്റെയാണ്. അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടല്ലോ. എങ്ങനെയാണ് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുക? നമ്മുടെ ഒരു പ്രവൃത്തിക്കും ദൈവത്തോട് സമാധാനം ഉണ്ടാക്കത്തില്ല. അനേകർ വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ ദൈവത്തോട് സമാധാനം ഉണ്ടാകത്തില്ലേ? ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയെ തോന്നുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ വ്യക്തിക്കും അങ്ങനെയാണ്. ഞാൻ ഒത്തിരി നല്ല കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നെ പറഞ്ഞതല്ല, വിശ്വാസികളെന്ന് പറയുന്ന അനേകർ, കാരണം എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് എൻ്റെ മാറ്റങ്ങളൊക്കെ ഒത്തിരി കണ്ടതായതുകൊണ്ടും എന്നെ ഇത് പറഞ്ഞതല്ല. ഞാൻ ചെയ്യുന്നതിൻ്റെ പകുതി പോലും നിങ്ങൾ ചെയ്യുന്നില്ല. ശരിയല്ലേ? ഞാൻ സ്വാഭാവികമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമുക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടോ പൈസ മുടക്കാൻ വളരെ ബുദ്ധിമുട്ട് പല മേഖലയിലും കാണും. അതുകൊണ്ട് തന്നെ അനേകർ കർത്താവിലേക്ക് വരുന്നില്ല. ചിന്തിച്ച് വയ്ക്കുക, നമ്മുടെ പ്രവൃത്തി. ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പം ദൈവസന്നിധിയിൽ ഒരാൾ നീതീകരിക്കുക റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവസന്നിധിയിൽ പോയി നിൽക്കാൻ പറ്റുന്നത്, അതാണ് നീതീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നീതീകരിക്കപ്പെടുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്താലേ പറ്റുമെന്ന. കർത്താവായ യേശുക്രിസ്തു മൂലം മാത്രമേ ആ ദൈവത്തോടുള്ള സമാധാനം വരുള്ളൂ. അപ്പോൾ ദൈവത്തോട് സമാധാനമില്ലാത്ത വ്യക്തികൾക്കൊരിക്കലും ദൈവം ആരെന്നറിയത്തില്ല. അവർ ചെയ്യുന്നതെല്ലാം തനിക്കിഷ്ടം പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് ഞാൻ മിണ്ടുന്നില്ല. എക്സാമ്പിൾ, ജോർജ് കുട്ടിച്ചാനുമായിട്ട് ഞാൻ മിണ്ടുന്നില്ല. എനിക്ക് ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇനി എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണോ? ഞാനും ജോർജ് കുട്ടിച്ചാനും കൂടെ ഒരു സമാധാനത്തിൽ വന്നേലല്ലേ എന്ത് കാര്യമാണ് ചെയ്യണമെന്ന് പറയും. ആ സമാധാനം പോലും ഇല്ല. ഈ സമാധാനം പോലും ഉണ്ടാക്കാത്ത എനിക്ക് ഞാൻ എങ്ങനെ ജോർജ് കുട്ടിച്ചാൻ്റെ പ്രിയനാവും? ഇന്ന് അനേകർ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കൽ എന്ന് വിചാരിച്ചിരിക്കുക.
പക്ഷെ ദൈവത്തോട് സമാധാനം ഇതുവരെ വന്നിട്ടില്ല. കാരണം ദൈവത്തോട് സമാധാനം യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. ഒരു നേർച്ച കാഴ്ചകൾക്കോ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലോ ദൈവത്തോട് സമാധാനമോ ദൈവസന്നിധിയിൽ പോയി നിൽക്കാൻ ഒരു വ്യക്തിക്ക് പോലും പറ്റത്തില്ല. പിന്നെ റോമാലേഖനം 3:20. റോമാലേഖനം തുടർമാനമായിട്ട് പഠിക്കേണ്ടതാണ്, പക്ഷെ അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. നോക്കിയേ, ന്യായപ്രമാണം മൊത്തം അനുസരിച്ചാലും അവൻ്റെ സന്നിധിയിൽ പോയി നിൽക്കാൻ പറ്റില്ല, അവൻ്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. നീതീകരിക്കപ്പെടാൻ ചെയ്യാൻ പറ്റില്ല. ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധിയില്ലാത്ത ഒരൊറ്റ മനുഷ്യ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. ഇസ്രായേൽ മക്കൾ അടുത്ത് വന്ന് മലയെ കയറാൻ പറ്റത്തില്ല, അതിന് മുമ്പ് കല്ലെറിഞ്ഞു വന്ന് കളയും. കാരണം വിശുദ്ധിയുടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് പോകാൻ ഒക്കത്തില്ല. നമ്മുടെ വിശുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവസന്നിധി ചെല്ലാൻ പറ്റില്ല. നോക്കിയേ, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ ഒരു ജഡവും അവൻ്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നതെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം തന്നത് ഞാൻ എത്രമാത്രം പാപിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നീതീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ കുറേ കുറ്റങ്ങൾ എഴുതി, നിങ്ങളുടെ കുറ്റങ്ങൾ എഴുതി കൈ തരുമ്പോൾ അതൊന്ന് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി, അയ്യോ ഞാൻ ഇത്രമാത്രം പാപിയാണെന്നോ. ഇതാണ് ന്യായപ്രമാണം ചെയ്തത്. കാരണം എൻ്റെ അകത്ത് കിടക്കുന്ന പാപത്തെപ്പറ്റി എനിക്ക് ബോധമില്ലായിരുന്നു. പക്ഷേ ഈ ന്യായപ്രമാണം ദൈവം എഴുതി തന്നപ്പോഴാണ്, അയ്യോ ഞാനിത് മൊത്തം ചെയ്യുന്നവനാണല്ലോ എന്ന് മനസ്സിലായി. ഞാൻ ഇത്രമാത്രം പാപിയാണല്ലോ. എന്തിനാണ് ഞാൻ ഇത്രമാത്രം പാപിയാണെന്ന് അറിയുന്നത്? എനിക്കൊരു രക്ഷകൻ വേണം. എനിക്ക് സ്വയമായിട്ട് ദൈവസന്നിധി ചെല്ലാൻ പറ്റത്തില്ല. ചെല്ലാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശു. ഇതാണ് സത്യസുവിശേഷം. അപ്പം അനേകർ സ്വയമായിട്ട് ചെല്ലാൻ ശ്രമിക്കുക. അവരോട് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് വേണ്ടി ഒരാൾ യാഗം ആയി തീർന്നിട്ടുണ്ട്, ആ യേശു മുഖാന്തരം നിനക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്. നമ്മൾ എത്രമാത്രം പാപിയാണെന്ന് മാത്രമാണ് ഈ പ്രമാണം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രേ വരുന്നത്. ലോ ഈസ് ദ നോളജ് ഓഫ് സിൻ. അടുത്ത വചനം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. നോക്കിയേ, ദൈവത്തിൻ്റെ നീതിയാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഒരു വ്യക്തിയെ നീതീകരിക്കുന്നത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പേരാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നതല്ല. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് പോലെ ദൈവം എന്നെ നീതീകരിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയാം, സുവിശേഷം എന്ന് പറയുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നതല്ല. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു ട്രിവാൻഡ്രത്തൊരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ യേശുക്രിസ്തു മരിക്കേണ്ട കാര്യമില്ല. എൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുമായിരുന്നെങ്കിൽ യേശുക്രിസ്തു മരിക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിനെ ദൈവം അയക്കേണ്ട പോലും കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പാരമ്പര്യമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന വ്യക്തിക്ക് ഒരിക്കലും നീതീകരണം കിട്ടത്തില്ല. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമേ ആ വ്യക്തിക്ക് നീതി. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നെന്ന് വിചാരിച്ചാൽ അവൻ നീതീകരിക്കപ്പെടുന്നില്ല. അവനെ ഇനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെടത്തില്ല. ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നീതീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുമെന്ന് വിചാരിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. മടങ്ങി നമുക്ക് 5-ാമത്തെ ഇതിലേക്ക് പോകാം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ മിസ് ചെയ്തിട്ടാണ്. കാരണം ലോമലേഖനം കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കേണ്ടതാണ്. ഇത്ര ആഴത്തിൽ പഠിപ്പിച്ചെങ്കിലേ അത് മനസ്സിലാക്കിയുള്ളൂ. ഒന്നാമത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അപ്പോൾ നമുക്ക് ദൈവത്തോട് അപ്പോൾ ദൈവത്തോട്, പിതാവാം ദൈവത്തോട് നമുക്ക് സമാധാനം വരാൻ നമുക്കും മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരൊറ്റ മധ്യസ്ഥൻ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ കൃപയിലേക്കുള്ള പ്രവേശനം യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അല്ലാത്തവരെല്ലാം കൃപയ്ക്ക് പുറത്താ. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ഈ നീതീകരണം ലഭിച്ച് ദൈവത്തോട് സമാധാനം ഇല്ലാത്ത വ്യക്തികളെല്ലാം കൃപയുടെ പുറത്താണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നമ്മളെ ഇപ്പോൾ കൃപയിലാ എന്ന് പറഞ്ഞാൽ റോമാ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നതായതുകൊണ്ട് അത് എല്ലാ കാലത്തും അത് പ്രശസ്തമാണ്. അതുകൊണ്ടാണല്ലോ ബൈബിളിനകത്ത് ചേർത്തിരിക്കുന്നത്. ബൈബിളിനകത്ത് ചേർത്തിരിക്കുന്നതെല്ലാം റോമാ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എഴുതേണ്ടി നമുക്ക് എഴുതി തരേണ്ട കാര്യമില്ല. ബൈബിളിനകത്തിരിക്കുന്ന എല്ലാ ലേഖനങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് ചേർത്തത്. അല്ലാത്തതൊക്കെ അവർ മാറ്റി. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാ? കൃപയിലാണ്. അല്ലെ, കൃപയിലല്ല നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വയമായിട്ട് ഒരിക്കലും ദൈവസന്നിധിയിൽ പോയി നിൽക്കാൻ പറ്റില്ല. ഞാൻ ദൈവസന്നിധിയിൽ പോയി നിൽക്കുന്നത് ക്രിസ്തുവിലായതുകൊണ്ട് മാത്രമാണ്. ക്രിസ്തുവിലല്ലെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ പോയി നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ ജീവിക്കുന്നതും ക്രിസ്തുവിൽ ജീവിക്കണം. എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്തുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഞാൻ സ്വയമായിട്ട് ജീവിച്ചാൽ ദൈവം പ്രസാദിക്കുന്നില്ല. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതേതാണ് മനസ്സിലാക്കാൻ ഇച്ചിരി ഭാഗം ഉണ്ടായിരിക്കുക ഇല്ല. കാരണം പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കാളിയാകും എന്ന് കർത്താവിൻ്റെ മടങ്ങി വരവിൽ. അതുകൊണ്ടാണ് പ്രശംസിക്കുന്നതെന്ന് പറഞ്ഞു. ഈ കൃപയിലേക്ക് നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ച എനിക്ക് ഒരു പ്രത്യാശയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പങ്കാളിയായി മാറും. ഈ പ്രത്യാശയാണ് എന്നെ അനുനിമിഷം ഇവിടെ ദൈവികനായി ജീവിക്കുക, കൃപയിൽ നിന്നുകൊണ്ട് ദൈവികനായിട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, അല്ലെ എന്നെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ദൈവതേജസ്സാണ്. ഞാൻ ആ ദൈവതേജസ്സിനെ പറ്റി ഇവിടെ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തതാണ്. ഇനി ഇവിടെ ഒരു വ്യക്തി യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ, ഈ നീതീകരിക്കപ്പെടാതെ ഈ കൃപയിലല്ല ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവതേജസ് പ്രാപിക്കത്തില്ല. ആ വ്യക്തി ഇവിടുന്ന് മരിക്കുമ്പോൾ ഒരിക്കലും നിത്യതയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കത്തില്ല. കാരണം ദൈവത്തോട് സമാധാനം ഇവിടെ വെച്ചില്ലാത്ത വ്യക്തി അവിടെ ചെന്ന് സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് ദൈവത്തോട് സമാധാനമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ആ സമാധാനം യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ കിട്ടുകയുള്ളൂ. യേശുക്രിസ്തുവിൽ കൂടി നീതീകരിക്കപ്പെട്ട് ആ കൃപയിൽ നിൽക്കുന്നെങ്കിൽ മാത്രമേ ആ ദൈവത്തോട് കണ്ടിന്യൂസ് ആയിട്ട് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ. ഞാൻ സ്വയത്തിൽ വരുമ്പോൾ ദൈവത്തോട് സമാധാനമല്ല, ദൈവത്തിൽ നിന്ന് അകലുക അല്ലേ? ആണോ? ഞാൻ സ്വയത്തിൽ ജീവിക്കുമ്പോൾ ആണോ? പ്രൈസ് ദി ലോർഡ്. പറയത്തില്ല എനിക്കറിയാം, എന്നെക്കൊണ്ടറിയാം ഇതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ദൈവത്തോട് അകലുക അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. അപ്പോൾ ഇതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി ഞാൻ ആഴത്തിൽ പോകും. എന്തുകൊണ്ടാണ് ഈ കൃപയിലേക്ക് പ്രവേശനം പ്രാപിക്കാൻ ഇത്ര ഈ വിശ്വാസത്താൽ കിട്ടുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ കാരണം, പഴയ നിയമത്തിൽ ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിസ്സ. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് എപ്പോഴും താല്പര്യം താൻ വിളിച്ചു വേർതിരിച്ച ജനത്തിൻ്റെ നടുവിൽ പാർക്കണം. അപ്പോൾ ഇവർ അശുദ്ധരാ. മോശയോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു ടെൻ്റ് അടിക്കണം, അതിനാ സമാഗമന കൂടാരം. എനിക്ക് ജനത്തിൻ്റെ ഇടയിൽ പാർക്കണം. ഈ ടെൻ്റ് അടിക്കുന്നത് കാരണം അത് മൂവ് ചെയ്യും. പിന്നീടാണ് സോളമൻ ഒരു പെർമനൻ്റ് യെരുശലേം ദേവാലയം പണിതത്. പ്രൈസ് ദി ലോർഡ്. ആ ടെൻറ്റിൻ്റെ അകത്ത് 3 പാർട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. ഇതിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു കർട്ടനാൽ മൂടിയിട്ടിരിക്കുക. അവിടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അകത്ത് കയറി ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടി പരിഹാരമായിട്ട് ആട്ടുകൊറ്റനെ അറക്കണം. അതിനുശേഷം ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി ഒരാട്ടുകൊറ്റനെ അറുത്തണം. എന്നിട്ട് ഈ രക്തം കൊണ്ടുവന്ന് കൃപാസനം എവിടെ ഇരിക്കുന്നത് വെച്ചാൽ അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപെട്ടകത്തിൻ്റെ മുകളിലാണ് ഈ കൃപാസനം ഇട്ടിരിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ഈ രക്തം തളിച്ച് കഴിയുമ്പോൾ മാത്രമേ അന്ന് ആ വർഷത്തെ പാപത്തിൻ്റെ പരിഹാരമാകുന്നുള്ളൂ. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കയറി ചെല്ലും. അഥവാ ഈ പുരോഹിതൻ്റെ പാപം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ
ചങ്ങല ഇട്ടുകൊണ്ടാണ് അകത്ത് കയറുന്നത്. കാരണം അവിടെ വെച്ച് മരിച്ചു വീഴും. പാപത്തിൻ്റെ ക്ഷമയില്ല, കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മരിച്ചു വീഴും. ചങ്ങല വലിച്ച് പുറത്ത് ആർക്കും കയറാൻ പറ്റത്തില്ല. ഒരു കർട്ടൻ വതി മൂടിയിട്ടിരിക്കുക. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ, പ്രാകാരത്തിൽ പൊതുജനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലും സാധാരണ ജനത്തിനോ പുരോഹിതന്മാർക്കോ ഈ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൽ കാരണം അവരെ വേർപെട്ട് നിർത്തിയിരിക്കുക. ദൈവവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ആകെ ബന്ധമുള്ളത് മഹാപുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മീയത നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ, അല്ലേ? ഈ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഇവർക്ക് ഒരിക്കലും ദൈവത്തെ അറിയേണ്ടതുപോലെ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടണം, മറ്റ് പ്രശ്നങ്ങൾ വരരുത്. ഭക്ഷണം വരുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പിറുപിറുക്കും. പിന്നെ പാപം ചെയ്യുന്നതിൻ്റെ യാഗം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലും ന്യായപ്രമാണപ്രകാരം ഒരു ജഡവും ദൈവത്തിന് നീതീകരിക്കപ്പെടത്തില്ലെന്ന് പറയാൻ കാരണം എന്താ? ആർക്കും അവിടെ കയറി ചെല്ലാൻ പറ്റത്തില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനാ കയറി ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിലേക്കുള്ള പ്രവേശനം നമുക്ക് എങ്ങനെ പ്രാപ്തമാക്കി? ആ പ്രവേശനം ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കർട്ടനിട്ട് ആ കർട്ടൻ എന്ന് പറയുന്നത് കർട്ടന് 4 ഇഞ്ച് കർട്ടൻ്റെ കനമാണ്. ആ തുണിയുടെ കനം 4 ഇഞ്ച് തിക്നെസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ മാനുഷിക മഹാപുരോഹിതന്മാരാൽ ഈ ശുശ്രൂഷ ചെയ്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു മഹാപുരോഹിതൻ വരും. പ്രൈസ് ദി ലോർഡ്. ആ മഹാപുരോഹിതനിൽ കൂടി ഒരു ശുശ്രൂഷയ്ക്കൂടെ നടക്കുന്നുടനെ ഈ കൃപാസനം അല്ലെങ്കിൽ ഈ അതിവിശുദ്ധ സ്ഥലം തുറക്കും. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് അക്സസ് ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് കർത്താവിൽ വിശ്വസിക്കുന്നോ അവർക്ക് അതിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറയുന്ന വചനം, കൃപയാൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ നിയമത്തെ പറ്റി നേരത്തെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം നടക്കാൻ പോകുന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യെരമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 31 വരെയുള്ള വാക്യം. Jesus 31 verse 31. Jesus. Hallelujah. 31 verse 31. 31. ഓക്കെ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നിയമം എന്താണ്? താഴോട്ട് വായിക്കാം. അടുത്ത വചനം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അത് ന്യായപ്രമാണമാണ്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ച് കളഞ്ഞു. നോക്കി, അവർക്ക് ഒരിക്കലും അനുസരിക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജഡത്തിന് പോലും അത് അനുസരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ്, ഞാൻ ഇപ്പം ഇത് എടുക്കുമ്പോൾ 7-ാം അധ്യായത്തിലൊക്കെ പോകണം. ന്യായപ്രമാണം വിശുദ്ധം, പക്ഷെ ഞാനോ പൂരിപ്പിക്കാം? ആർക്കും പൂരിപ്പിക്കാൻ പറ്റുന്നില്ലേ? ന്യായപ്രമാണം വിശുദ്ധം, ഞാനോ ജഡമയൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ന്യായപ്രമാണം വിശുദ്ധമാണ്, പക്ഷെ ഇത് കിട്ടിയിരിക്കുന്ന ആൾക്കാരോ ജഡമയൻ. അപ്പോൾ പാപത്തിൻ്റെ ശക്തി എന്തുവാ? ന്യായപ്രമാണം. കാരണം ഇത് ജഡമയനായ എനിക്ക് ന്യായപ്രമാണം തന്നപ്പോൾ പാപം ഒന്നുകൂടെ പെരുകി. അതുകൊണ്ടാണ് പാപം പെരുകിയ സ്ഥാനത്ത് കൃപയും ഏറ്റവും പെരുകി എന്ന് പറഞ്ഞു. അപ്പോൾ ജഡമയനായ മനുഷ്യൻ ന്യായപ്രമാണം എഴുതി കൊടുത്തപ്പോൾ പാപം പെരുകി, അല്ലേ? അതുകൊണ്ടാണ് പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ അതിൻ്റെ അടുത്ത് വരിക, കാരണം പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവർക്ക്, കാരണം ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെ ഏത് കൃപയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്ത് യോഗ്യതയില്ലാത്ത നമ്മളെ ഇത്രയും മാത്രം ഒരു വലിയ പദവിയിലേക്ക് നമ്മളെ കിട്ടിയല്ലോ എന്നുള്ള ആ വലിയ സന്തോഷം നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കും.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിയേ, ഞാൻ അവരോട് ചെയ്യുന്ന നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. അതുകൊണ്ട് അപ്പോൾ ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദിവസം നീതീകരിക്കപ്പെടുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വചനം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇതാണ് പുതിയ നിയമം. കാരണം ഹൃദയത്തെ മാറ്റുക. ഇപ്പോൾ ന്യായപ്രമാണം ഇവിടെ ഇരിക്കുന്ന പുറത്താണ്. എനിക്കെന്തോ ഇല്ല, ഇതനുസരിക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ ഇതനുസരിക്കാൻ തക്കതിന് വേണം എൻ്റെ അകത്തെഴുതുമെന്നാണ് പറഞ്ഞത്. ഇതാണ് പുതിയ നിയമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിന് പരിച്ഛേദന പുറമെ പരിച്ഛേദന ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൽ പരിച്ഛേദന ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവീയ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാത്ത മേഖലയിൽ ഒരു പരിച്ഛേദന ഹൃദയത്തിന് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവർ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. നേരത്തെ തന്നെ എഴുതിയിരിക്കുന്നത് പുതിയ പ്രമാണത്തെ പറ്റിയാണെന്നുള്ളത് കറക്റ്റ്. എബ്രായ ലേഖനം 8-ന്റെ 8-10 എടുത്തേ. എബ്രായ ലേഖനം 8-ന്റെ 8-10. ജീസസ്, അത് തന്നെ. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചത്: ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. നോക്കി, ഇതേ തന്നെ കണ്ട് ഇതേ കോട്ടെടുത്ത് ഇവിടെ എഴുതിയിരിക്കുക. അടുത്ത വചനം നോക്കിയേ. ഞാൻ അവരുടെ പിതാക്കന്മാർ കൈപിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. മറ്റേടത്ത് എഴുതി വെച്ചിരിക്കുന്നത് അവർക്കൊരിക്കലും അതിനകത്ത് അവർ ലംഘിച്ചു എന്നാ. ഭർത്താവായിരുന്നിട്ട് ലംഘിച്ചു. ഇവിടെ നോക്കിയേ, അവരെൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. ഞാൻ അവരെ ആദരിച്ചതുമില്ല. അപ്പോൾ ദൈവം നോക്കിയേ, അവർക്ക് നിയമം കൊടുത്തു, അവർ ലംഘിച്ചു, അവരെ ആദരിക്കാൻ പറ്റിയില്ല. അപ്പോൾ കൃപയെന്ന് പറയുന്നത് എന്തുവാണെന്നറിയോ? അയ്യോ, ഭയങ്കര. ഓ ജീസസ്, വെളിപ്പാട് കിട്ടിയവർക്കായി സ്തോത്രം. അടുത്ത വചനം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, പുതിയ നിയമത്തിൽ അകത്തുനിന്ന് പുറത്തോട്ടാണ് ജീവിക്കേണ്ട, പുറത്തുനിന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഉള്ളിൽ നിന്നാണ് ജീവിക്കേണ്ടത്, പുറത്തുനിന്നല്ല. പുറത്ത് കാണിക്കുന്ന പ്രകടനമല്ല, അകത്തുനിന്നുള്ളത് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നോക്കുന്ന ഹൃദയത്തെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയം മാറാതെ പുറമേ ആക്ഷൻ ചെയ്യാം. അതിനാണ് പരീശന്മാരും ശാസ്ത്രിമാരെ എല്ലാം ദൈവം, യേശു വളരെ കുറ്റം വിധിച്ചത്. അതായത് സ്വയനീതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിൽ കൂടി അല്ലാതെ ഈ കൃപയിലേക്ക് കയറാൻ പറ്റത്തില്ല. ഈ പുറമേ നിൽക്കുന്നവൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ഹൃദയത്തെ മാറ്റാൻ പറ്റത്തില്ല. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പം എങ്ങനെയാണ് ഈ കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നത്? കാൽവറി മരണം. കർത്താവിൻ്റെ കാൽവറി മരണമാണ് ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിലുള്ള ഈ പാർട്ടീഷനെ ഇല്ലാതാക്കാൻ ഇടയായത്. അപ്പോൾ ഒരു കർട്ടൻ അവിടെ കിടപ്പുണ്ട്, ഒരിക്കലും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പുതിയൊരു വഴി തുറന്നു ഇതിനകത്തോട്ട് കയറാൻ. അതെങ്ങനെയാണ് തുറന്നതെന്നുള്ളത് ഞാൻ പെട്ടെന്നങ്ങ് കയറിപ്പോകാം, കാരണം സമയം നമുക്ക് ഒരുപാട് പരിമിതിയുണ്ടല്ലോ. എബ്രായ ലേഖനം അതിൻ്റെ 9-19 വാക്യം. ജീസസ്. ജീസസ്, സോറി. പത്തിൻ്റെ 19, സോറി. എടുത്തേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴി.
അപ്പോൾ കാൽവറിയിൽ യേശു തൻ്റെ ദേഹം ഒരു യാഗമായി അർപ്പിക്കുമ്പോൾ ഒരു പുതുവഴി തുറക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ കാൽവറിയിൽ യേശു മരിക്കുമ്പോൾ ഇവിടെയുള്ള കർട്ടൻ മേൽത്തൊട്ട് അടിവരെ കയറി, മേളിൽ നിന്ന് അടിവരെ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം നമുക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 27:51. ജീസസ്. ഇരുപത്തിയേഴിൻ്റെ 51. അപ്പോൾ മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിവരെ രണ്ടായി ചിന്തിപ്പോയി. അടുത്ത മേളത്തെ വചനം കൂടെ, മേളത്തെ 50. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇവിടെ പ്രാണനെ വിട്ടപ്പോൾ ദേഹം എന്ന തിരശ്ശീല കീറിയപ്പോൾ ന്യായപ്രമാണപ്രകാരം അതിവിശുദ്ധ സ്ഥലത്ത് നിന്നിരുന്ന കർട്ടൻ മേൽത്തൊട്ടടി വരെ കീറി. എന്ന് പറഞ്ഞാൽ കൃപ ഓപ്പണായി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയിലേക്ക് പ്രവേശനം. അതുവരെ തടഞ്ഞു വെച്ചിരുന്ന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കൃപ ഓപ്പണായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആര് വിശ്വസിക്കുന്നോ അവർക്ക് പ്രവേശിക്കുവാൻ തക്കതിന് കൃപ ഓപ്പണായി. കാൽവറിയിലെ യാഗം എന്നും എന്നും വെറുതെ വന്ന് പാപം ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കൃപ ഓപ്പണായി. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അടുത്ത വചനം, അവിടെ കാൽവറിയിൽ പ്രാണനെ വിട്ടപ്പോൾ ദേവാലയത്തിൻ്റെ, അടുത്ത വചനം എടുത്തു, അപ്പോൾ മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ടടി വരെ, ആരെങ്കിലും വലിച്ചു കയറിയാന്ന് പറയായിരുന്നു, താഴെ നിന്നായിരുന്നെങ്കിൽ. എത്ര കനമുണ്ട്? 4 ഇഞ്ച് കനം. രണ്ടായി ചീന്തി. ആ രണ്ടായി ചീന്തിയപ്പോൾ ഒന്ന് സംഭവിച്ചു. കാരണം എന്താ? ഇനിയും ഈ ഭൂമിയിൽ ഒരു ദേവാലയമില്ല, മനുഷ്യൻ പണിഞ്ഞ ഒരു ദേവാലയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ഭൂമിയിൽ മനുഷ്യൻ പണിഞ്ഞൊരു ദേവാലയമില്ല. ഇനിയും ദൈവം പണിഞ്ഞിരിക്കുന്ന ദേവാലയമേ ഉള്ളൂ. അതാര് യേശുവിൽ വിശ്വസിക്കുന്നു അവനാ ദേവാലയം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ദേവാലയത്തിന് ശുശ്രൂഷ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷം നിങ്ങൾക്ക് വെളിപ്പാടായെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആര് യേശുവിൽ വിശ്വസിക്കുന്നോ അവൻ ആരാകും? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാ. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനിയും മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയ ദേവാലയത്തിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് ആര് വിശ്വസിക്കുന്നു അവൻ്റെ ഉള്ളിലാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവനെ കൺട്രോൾ ചെയ്യുന്നത് എവിടുന്നാ? സ്വർഗത്തിൽ നിന്നാ. ഓ ഹല്ലേലൂയ. കാരണം മഹാപുരോഹിതൻ ഇരിക്കുന്നത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്താ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനാ ഇവിടെയുള്ള ഈ ദേവാലയത്തിലെ ശുശ്രൂഷയെ കൺട്രോൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഗ്ലോറി. എന്നെയും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആ സ്വർഗമാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Hallelujah. Glory to Lord. Hallelujah. മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിവരെ രണ്ടായി ചിന്തിപ്പോയി. ഇനി ഇവിടെ ഒരു അതിവിശുദ്ധ സ്ഥലമോ വിശുദ്ധ സ്ഥലമോ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ ഒരു ദേവാലയം. ഇപ്പോൾ ന്യായപ്രമാണം എവിടെ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണം എവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ. പ്രമാണം ഇപ്പോൾ ആരാ? മറ്റുള്ളവർ നോക്കുന്ന പ്രമാണം ആരാ? നമ്മളാ. കൽപ്പലകയിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ഇന്ന് എഴുതിയേക്കുന്നത്. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മളാ ദൈവത്തിൻ്റെ മന്ദിരം. നമ്മളെവിടെ ചെല്ലുന്നോ അവിടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിൽ കൂടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആരാധന നമ്മുടെ അകത്തുനിന്നാണ് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറത്തുനിന്നുള്ളതൊക്കെ ഹല്ലേലൂയ ദൈവികമല്ല. പ്രൈസ് ദി ലോർഡ്. അകത്തുനിന്ന് വരുന്ന ആരാധന മാത്രമേ ആരാധനയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ആത്മാവിനാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി, ഗ്ലോറി.
ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ മാറ്റാൻ വേറെ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം വേറെ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 40:7. പുതിയ നിയമത്തിൻ്റെ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെ പറ്റി നേരത്തെ എഴുതി വച്ചിരിക്കുന്നു. സങ്കീർത്തനം 40:7. ജീസസ് വായിച്ചു. സങ്കീർത്തനം സ്ലാംസ്. ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ നിക്കേ. പുസ്തകത്തിലുള്ള എന്നെപ്പറ്റി ആരെപ്പറ്റി എഴുതിയിരിക്കുന്നേ? യേശുവിനെ പറ്റി. ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു യാഗത്തിനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പുസ്തകത്തിലുള്ള എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. ഒരു പുതിയ യാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ കൂടി ഒരു യാഗം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ പൂർത്തീകരണം എബ്രായ ലേഖനം 10-ാം അധ്യായം 3 തൊട്ട് വായിച്ചോ. എബ്രായ ലേഖനം 10:3 തൊട്ട്. എബ്രായ ലേഖനം ഇതേക്കോ. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാരണം ആണ്ടുതോറും കഴിക്കുന്ന യാഗങ്ങളാൽ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് എന്തോ ചെയ്യും? കുമ്പസാരിക്കാൻ പോകത്തില്ലേ? അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ കുമ്പസാരിച്ചത് തൊട്ട് ഇന്നുള്ള ഓർമ്മ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എത്രയോ എണ്ണം മറന്നു പോകല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പാവബോധം ഉണ്ടാകുമോ? അതുമില്ല. പാവബോധം ഉണ്ടാകത്തില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പാപത്തെക്കുറിച്ചുള്ള മനോഭാവം നഷ്ടപ്പെടും. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വചനം 2. എന്തുകൊണ്ട് ആടുവഴി നടക്കുന്നത്? അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപത്തെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കാൻ നിന്നു പോവുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൽ നിന്ന് പൂർണ്ണമായുള്ള ആ വിടുതൽ ഈ യാഗം കൊണ്ട് പറ്റുന്നില്ല. അന്ന് കഴിച്ചിരുന്ന കാളകളുടെയും ആറ്റുകൊറ്റൻ്റെയും പ്രാവുകളുടെയും യാഗം കൊണ്ട് ഒരിക്കലും പാപത്തിൻ്റെ ബോധമില്ലായ്മ, പാപത്തെക്കുറിച്ചുള്ള ബോധം നിന്നു പോകുന്നില്ല. കാരണം ആണ്ടുതോറും ഇത് ഓർത്തുകൊണ്ടിരിക്കുക. അടുത്ത വചനം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. അടുത്ത വചനം. കാളകളെ ആറ്റുകൊറ്റൻ്റെയും രക്തത്തിനും പാപങ്ങളെ നീക്കുവാൻ കഴിയുന്ന അല്ലേ? സങ്കീർത്തനം 40:7 വായിക്കുന്നത്. താഴോട്ട് വായിച്ചോ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ അന്യയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. നോക്കിയേ, ഒരു ശരീരം ഒരുക്കി. ഈ ശരീരം കീറണം, എന്നെങ്കിൽ മാത്രമേ ആലയത്തിൻ്റെ തിരശ്ശീല കീറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അപ്പം നേരത്തെ തന്നെ പ്രവചിച്ചിട്ടിരിക്കുകയാണ്. യേശു ആരായിട്ട് വരും? ഒരു ശരീരം എടുത്ത് വരും. കാരണം യേശു ഇങ്ങനെ യാഗമായെങ്കിൽ മാത്രമേ ഈ വിശ്വസിക്കുന്നവർക്ക് എങ്ങോട്ട് കയറാൻ പറ്റൂ? കൃപയിലേക്ക് കയറാൻ പറ്റൂ. ഹല്ലേലൂയ. ഇതിലേക്കൊരു പ്രവേശനം പറ്റുകയുള്ളൂ. അടുത്ത വചനം നോക്കിയേ. സർവാംഗ ഹോമയാഗവും പാപയാഗങ്ങളും നീ പ്രസാദിച്ചില്ല. അടുത്ത വചനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി. സങ്കീർത്തനത്തിൻ്റെ കോട്ടിങ്ങ. പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാമയങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം അടുത്ത വചനം നോക്കിയേ. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പുതിയ നിയമം എന്ന് പറയുന്ന പഴയ നിയമം നിഴലായതിൻ്റെ പൊരുളാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യാഗങ്ങളൊക്കെ വേണമായിരുന്നു എന്ന് വരെ, യേശുക്രിസ്തുവിൻ്റെ ഹോമയാഗം നടക്കുന്നിടം വരെ. പ്രൈസ് ദി ലോർഡ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. അപ്പം ഒന്നാമത്തതിനെ നീക്കിയിട്ട് രണ്ടാമത്തതിനെ സ്ഥാപിപ്പാനാണ് വന്നത്. അടുത്ത വചനം. ന്യായപ്രമാണത്തിൽ കഴിച്ചു വരുന്ന ഇച്ഛിച്ചില്ല. ഈ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ വിശദീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ യാഗത്താലാണ് നമ്മൾ വിശദീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത്.
അപ്പോൾ ദൈവത്തോട് സമാധാനം ഉണ്ടാകാൻ നമ്മുടെ ഒരു യാഗത്തിനും ഒരു പ്രവൃത്തിക്കും പറ്റത്തില്ല. യേശുക്രിസ്തു കഴിച്ച ആ യാഗത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിയുമ്പോഴാണ് ആ ദൈവത്തോടുള്ള സമാധാനം വരുന്നത്. ആ പ്രവേശനം, ആ കൃപയിലേക്ക്, അതിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പറ്റുന്നത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ് ജീസസ്. നമ്മൾ ആ താഴോട്ടുള്ള ആ വാക്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ആ സങ്കീർത്തനം തന്നെ അവിടെ കൂട്ടിയിരിക്കുക. ഏത് പുരോഹിതനും 11 തൊട്ട് ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ ആ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന യാഗങ്ങൾക്കൊന്നും പാവങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ്. യേശുവോ പാവങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിച്ചിരിക്കുന്നത്. ഏത്? അടുത്ത വചനം എടുത്ത് നോക്കിയേ. അതാണ് യെരമ്യാ പ്രവചനം 31:31 വാക്യം. കാലം കഴിഞ്ഞ ശേഷം, കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുന്ന ഒരു നിയമം എങ്ങനെയാകുന്നു? എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അടുത്ത വചനം എഴുതിയിരിക്കുന്നത്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഇനി ഞാൻ ഓർക്കയില്ല, എന്നാൽ അവരുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ഇല്ല. ഇനിയിപ്പോൾ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ഒരിക്കലായി കഴിച്ച യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് മഹാപുരോഹിതൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറയുന്നത്? മഹാപുരോഹിതൻ ഒരുത്തൻ യേശുവുണ്ട്. അവൻ എന്നേക്കുമായി കഴിച്ച യാഗത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴും മഹാപുരോഹിതന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ. എന്നേക്കും ഇരിക്കുന്ന ഒരു മഹാപുരോഹിതൻ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിൽ. ശരിയാണോ? രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ മധ്യസ്ഥൻ ആരേ ഉള്ളൂ? ദൈവത്തിനും മനുഷ്യനും ഇടയിൽ വേറൊരു മധ്യസ്ഥനുണ്ടോ? യേശുവിൻ്റെ കാൽവറി യാഗത്തിന് ശേഷം ആ മഹാപുരോഹിതത്വം യേശു ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇനി വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവരാരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നമ്മളെ ആ കൃപയിലേക്ക് നടത്തുവാൻ അവർക്ക് ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് മാത്രമേ അത് പറ്റൂ. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. കരങ്ങൾ തട്ടി ദൈവത്തിന് മുഖത്തം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജീസസ്. ഇവിടെയുള്ള ന്യായപ്രമാണ പ്രകാരം ഉള്ള സമാഗമന കൂടാരത്തിൽ ഈ മനുഷ്യനായിരിക്കുന്ന മഹാപുരോഹിതൻ ആണ്ടുതോറും ചെന്ന് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി കൃപാസനത്തിൽ യാഗം കഴിക്കുന്നു. ഒരാണ്ടിൽ ചെന്നിട്ട് ഇറങ്ങി വരുന്നു. പക്ഷെ യേശു എവിടെയാണ് യാഗം കഴിച്ചത്? യേശു എവിടെയാണ് യാഗം കഴിച്ചത്? എനിക്ക് ഇതൊക്കെ ഞാൻ ഇവിടെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവം ഇവിടെ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ മോശയെ വിളിച്ച് കയറ്റിയിട്ട് സ്വർഗത്തിലുള്ളതിൻ്റെ നിഴൽ ഇവിടെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ശരിയാണോ? ശരിയാണോ? എന്നൊക്കെ അറിയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലുള്ളതിൻ്റെ നിഴലായിരുന്നു ഇവിടെ സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. കൈരൂപുകളുണ്ടായിരുന്നു, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് യഥാർത്ഥ കൃപാസനം. ഇവിടെ ഉണ്ട്, സ്വർഗത്തിലുണ്ട്. അയ്യോ, നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആണോ? യഥാർത്ഥ കൃപാസനം സ്വർഗത്തിലായിരുന്നോ? ഇനിയിപ്പം പഴയ നിയമം മൊത്തം പഠിപ്പിച്ചില്ലേ? ജീസസ്. 9-ാം അധ്യായം. സമയം പോയി, എന്നാലും വായിക്കാം. ഞാൻ വായിക്കാം. ഇട്ടോ. 9-ാം അധ്യായം എബ്രായലേഖനം 9:1 തൊട്ട്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയുടെ ചട്ടങ്ങൾക്കും ലൗകിക വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്ക്, മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഇതൊരു രക്തചുരുക്കമാണ്. എബ്രായ ലേഖനക്കാരൻ പഴയതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലും അതിവിശുദ്ധ സ്ഥലം കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ളത് ഉപകലശം, മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്തിട്ട മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹ്റോൻ്റെ തളിർത്ത പൊടിയും നിയമത്തിൻ്റെ കൽപ്പനയും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കീരുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ സമയമില്ല. പുറപ്പാട് പുസ്തകം 25 മുതലുള്ള വാക്യങ്ങൾ 25, 26, 27 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ രക്തചുരുക്കം അവിടെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇവ ഇങ്ങനെ തീർന്ന ശേഷം മഹാപുരോഹിതൻ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും.
രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല. അത് അവൻ തൻ്റെ ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി, തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. ഞാൻ മുമ്പേ ഇത്രയും പറഞ്ഞ കാര്യം ഇതിനകത്തുണ്ട്. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. നോക്കിയേ, ഈ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തേക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യമാകത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാർക്ക് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു വരുന്നു. ഈ യാഗം അർപ്പിക്കുമ്പോൾ മനസാക്ഷിയിൽ ഒരു പൂർണ്ണ സമാധാനം ഇല്ല. കാരണം എന്താ? നമ്മളുമായിട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഇടനിലക്കാരൻ കൂടി നിന്നുകൊണ്ടാണ് പ്രവേശനം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? മനസാക്ഷിക്കാതെ എപ്പോഴാണ് മനസാക്ഷിക്കാതെ സമാധാനം കിട്ടുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, പൂർണ്ണമായിട്ട് വീണ്ടും ജന്മം പ്രാപിച്ചവർ, ഉറപ്പുള്ളവരെന്ന് കൈവെക്കാൻ പറഞ്ഞു. അവർക്കേ ഉള്ളൂ ഈ സമാധാനം. ശരിയല്ലേ? ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിൻ്റെ കൂടെ പോകുമെന്ന് ഉറപ്പുള്ള ആ കൂട്ടർ മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. കാരണം അവർ ഈ ലോകത്തിലെ കണ്ടുകൊണ്ടല്ല ജീവിക്കുന്നത്. ഇന്ന് മരിച്ചാൽ ഇന്ന് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകും. അവർക്ക് എപ്പോഴും സമാധാനമാണ്. ഒരു പ്രശ്നത്തിനും അവരെ അലട്ടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് പ്രവേശനം എന്തുകൊണ്ടാ? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താ? ദൈവ തേജസ്സാണ് അവരുടെ പ്രത്യാശ. ഹല്ലേലൂയ. ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. ഞാൻ മടങ്ങി വരാം, ഇവിടെ തന്നെ വായിച്ചോളാം. ഓക്കെ. ആ കൂടാരം, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തേക്കുള്ള വഴി വെളിപ്പെട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം എഴുതിയതല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യം അത്രേ. അതിന് പൂർണ്ണ ഒത്തവണ്ണം ആരാധനക്കാർക്ക് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത വഴിപാട് ഞാൻ കിട്ടി. ഇവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടിയ ഗുണീകരണത്തിന് ചുമത്തിയ ജഡിക നിയമങ്ങൾ അത്രേ. 11ാമത്തെ വാക്യം നിങ്ങൾ വായിര്. ആ ആ ആ അതേ കൂടാരയോടാ. ആ കൂടാരയോടാ. പ്രൈസ് ദി ലോർഡ്. കൈപ്പണി അല്ലാത്തത്, മനുഷ്യനുണ്ടാക്കിയ കൂടാരമല്ല, സമാന കൂടാരമല്ല. ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട്. അപ്പൊ ഇന്നും എന്നേക്കും മഹാപുരോഹിതനായിട്ടിരിക്കുന്ന ആരാ? യേശു. എവിടാ ഇരിക്കുന്നേ? കൃപാസനം എവിടാ? ഓ, ഇത് പറയത്തില്ല. കൃപാസനം എവിടാ? അയ്യോ, സ്വർഗത്തിലല്ലയോ? മഹാപുരോഹിതൻ ഇരിക്കുന്നിടത്തല്ലേ കൃപാസനം ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലുപ്പവും തികവേറിയ ഒരു കൂടാരത്തിൽ കൂടി. അടുത്ത വചനം. ആട്ടുകൊറ്റന്മാരുടെ പശുക്കിടാങ്ങളുടെ രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് യേശു എവിടെ പോയി? സ്വർഗത്തിൽ ആ കൃപാസനത്തിൽ തളിച്ചു. അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി എന്നേക്കും മധ്യസ്ഥ അണയ്ക്കുന്നതോടാണ്. ഇവിടെ ഒരു പുരോഹിതനും വേണോ? ഒരിക്കലും മരിക്കുക, സദാകാലം ജീവിച്ചിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ രക്തം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവിടെ കൃപാസനത്തിൽ പുരട്ടിക്കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. ആർക്ക് വേണ്ടിയേ മധ്യസ്ഥ അണയ്ക്കുന്നുള്ളൂ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി യേശു മധ്യസ്ഥത അണയ്ക്കുന്നില്ല. ഇനിയും വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ കൂടാരത്തിലല്ല കയറിയത്, വലിപ്പമേറിയ ഒരു കൂടാരത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അവൻ അതിലേക്ക് എന്നേക്കും പ്രവേശിച്ച് അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഹാപുരോഹിതനായി. ഒരിക്കലും ഈ ലോകത്തിലെ മഹാപുരോഹിതന്മാരെല്ലാം പ്രായമാകുമ്പോൾ മരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോകും. ഒരിക്കലും മരിക്കാത്തൊരുത്തൻ. അപ്പോൾ പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ നാളെ കാണത്തില്ല. പക്ഷെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ ഇരിക്കുന്നുണ്ട്. സദാ ജീവിച്ചിരിക്കുന്ന ഒരു യേശു നമുക്ക് വേണ്ടി അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കും ഒരു സന്തോഷം കാണുന്നില്ല. മനസ്സിലായില്ലയോ എന്ന് എനിക്ക് സംശയം.
നോക്കിയേ 13-ാമത്തെ വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും കാളയുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവസവും ജഡീയശുദ്ധി വരുത്തുന്നു. അത് ജഡീയശുദ്ധിയെ വരുത്തും നിത്യാത്മാവിനാൽ. നോക്കിയേ 14-ാമത്തെ വാക്യം, ദൈവത്തിന് തന്നെത്താൻ ആർക്ക് വേണ്ടി അർപ്പിച്ചത്? ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തിയിലെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുന്നു. യേശു ചെയ്തത് മൊത്തം നിത്യ ആത്മാവിനാൽ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് യേശു ചെയ്തത്. ജഡീയശുദ്ധി അല്ലായിരുന്നു. ജഡീയശുദ്ധി എല്ലാം താൽക്കാലികമായിരുന്നു. എന്നാൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൽ കൂടി, ഹല്ലേലൂയ, ആ രക്തം തളിച്ച് നമുക്ക് വേണ്ടി നേടി. പ്രൈസ് ദി ലോർഡ്. നേടുക മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലയോ, സദാ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്നു. ആർക്ക് വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിക്കണം, പെട്ടകത്തിൻ്റെ അകത്ത് കയറിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴും വായിച്ചപ്പോഴും അതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്കറിയാതെ. ഇപ്പോൾ 14 നോക്കി, രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുന്നു. നോക്കിയേ, അപ്പം ആ രക്തമാണ് നമ്മളെ നിർജ്ജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവികമല്ലാത്ത നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന വർക്കിനെയാണ് പറയുന്നത് നിർജ്ജീവ പ്രവൃത്തി. അറിയാം, ജീവനില്ലാത്തത്. അപ്പം നമ്മൾ ജഡം കൊണ്ട് ചെയ്യുന്നതൊക്കെ ജീവനില്ല, അല്ലയോ? കൊടുത്തേരടി എന്ന് പറയുമ്പോൾ ഏതാ? എവിടുന്ന് വരുന്നതാ? അതിന് ജീവനുണ്ടോ? ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവനുള്ള നമ്മുടെ നിർജ്ജീവ പ്രവൃത്തി ദൈവത്തിന് ആഗ്രഹം എന്താണെന്നറിയോ? നമ്മുടെ ജഡീയ പ്രവൃത്തിയെ മരിപ്പിക്കുക എന്നുള്ള. ദൈവം നോക്കുന്നത് നന്മയും തിന്മയും എന്നുള്ളതല്ല, ദൈവത്തിൽ നന്മ വന്നത് എന്നിൽ നിന്ന് നന്മ വന്നതെന്ന. മനുഷ്യനാണ് നോക്കുന്നത് ആദമിൻ്റെ ഫലം തെരഞ്ഞപ്പോൾ നന്മ തിന്മ. ഇനിയിപ്പം ഞാൻ നന്മ ചെയ്തുകൊണ്ടിരിക്കും, അപ്പം ദൈവം എന്നെ അനുഗ്രഹിക്കും. അത് ദൈവം നോക്കുന്നത് എന്നിൽ നിന്ന് വന്നതാണോ സ്വയത്തിൽ നിന്ന് വരുന്നതാണോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബുദ്ധിയിലാണ് അവൻ നന്മ ചെയ്തിട്ടും ഒന്നും ചെയ്യുന്നില്ല. അല്ല, ദൈവം നോക്കുന്ന ദൈവത്തിൽ നിന്നാണോ ആത്മാവിൽ നിന്നാണോ ജഡത്തിൽ നിന്നാണോ എന്നാ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ആഴത്തിലേക്കാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലയോ, വിളിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. നോക്ക്, അത് നിമിത്തം ആദ്യ നിയമത്തിൽ ലംഘനത്തിൽ നിന്നും വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക്. നോക്കി, വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്നത് നിത്യ അവകാശത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇവിടുത്തെ അവകാശമൊക്കെ കിട്ടും. ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക്, നിങ്ങൾ വായിച്ചു നോക്ക് ശരിക്ക്. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനത്തിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട്. അപ്പോൾ യേശു മരിച്ചത് എന്തിനാ? ഒരൊറ്റ വ്യക്തിക്ക് പോലും നിത്യാവകാശം കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. യേശുവിൻ്റെ മരണത്തിൽ കൂടി അല്ലാതെ, ഈ കൃപാസനത്തിലെ തളിയിലല്ലാതെ, മനുഷ്യൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി സമാധാനമില്ലാതെ ഒരുത്തനും പറ്റത്തില്ല. ഈ നിത്യാവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ മരണത്തിൽ കൂടിയേ പറ്റുള്ളൂ. ഇത്ര ഞാൻ ആഴ്ത്തി പഠിപ്പിച്ചത് നിങ്ങളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാണ്. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പോകരുത്. എങ്ങനെ പോകും? വിശ്വാസത്തിൽ നിന്ന് പോയാൽ പോയി. യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പോയാൽ നിങ്ങൾ തട്ടിപ്പോയി. നോക്കിയേ, അവകാശം, നിത്യ അവകാശം വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. യേശു എന്ന മധ്യസ്ഥനിൽ കൂടി അല്ലാതെ ഈ നിത്യ അവകാശം ആർക്കേ ഉള്ളൂ? വിളിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. നമ്മൾ പലരോടും ചെന്ന് ചോദിക്കില്ലേ, ബുക്കൊക്കെ കൊടുത്തു വിട്ടാലും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടി സദാ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു വചനം കാണിക്കട്ടെ. എന്നും കാണിക്കുന്നതാണ്. ഒന്നുകൂടെ നിങ്ങൾ ബലപ്പെടാൻ വേണ്ടിയിട്ട്, കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട്. എബ്രായലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. നോക്കിയേ, യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയേ പക്ഷപാതം ചെയ്യുന്നുള്ളൂ. സദാ ജീവിച്ചിരിക്കുന്നവനായ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ. എൻ്റെ യേശു ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അതിന് നിങ്ങളുടെ ഉദ്ദേശമൊന്നും വേണ്ട, അവനെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ,
യേശു മുഖാന്തരം വേണം. ഹൃദയത്തിൻ്റെ അകത്ത് നോക്കിയോ. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നതിനാകിയാൽ വിളിക്കപ്പെട്ടവർക്കാണ് നിത്യാവകാശം. അവർക്ക് വേണ്ടിയാണ് സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. പിതാവ്, ഹല്ലേലൂയ, പിതാവിൻ്റേതെല്ലാം എൻ്റേതാ. പ്രൈസ് ദി ലോർഡ്. എൻ്റേതെല്ലാം നിൻ്റേതാ. ഓ, നീ എനിക്ക് തന്നത് ഒന്നും നഷ്ടപ്പെടാതെ അവസാന ദിവസത്തെ എല്ലാത്തിനും ഞാൻ ഉയർപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് തന്നതിൽ ഒന്നുപോലും ഒരുത്തം മാത്രം, അത് നീ നേരത്തെ എഴുതി വെച്ചിരുന്ന യൂദായെ, അവൻ ഒഴികെ ബാക്കി എല്ലാത്തിനെയും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. സദാ ജീവിക്കുന്നവനാകയാൽ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ. അപ്പം നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല. ഒരുത്തൻ അവിടെ നിന്ന് മധ്യസ്ഥ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുത്തൻ മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വേറെ ആരും മധ്യസ്ഥ ചെയ്യുന്നതിനെക്കാട്ടിൽ പവർഫുൾ മധ്യസ്ഥതയാണ്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ മധ്യസ്ഥതയാണ് ഏറ്റവും പവർഫുൾ. ഹല്ലേലൂയ. ഈ യേശുവിൽ പൂർണ്ണമായി നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ നിങ്ങൾ ആ നിത്യാവകാശത്തിലേക്ക് എത്തപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക്, ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി. എത്ര ഭാഗ്യാവസ്ഥയെന്നറിയോ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, പ്രമാണം അനുസരിച്ച് നടന്നവർക്ക് ഈ അവകാശമില്ല. ഈ ആട്ടുകൊറ്റനെയും ബലി കഴിച്ച് മഹാപുരോഹിതനകത്ത് കയറിയവർക്ക് പോലും ഈ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അവകാശം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി കാൽവറിയിലെ യാഗം മുഖാന്തരം തിരശീല കീറിക്കൊണ്ട് ദേഹമെന്ന തിരശീല വഴി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു പുതുവഴി തുറന്നു. ഹല്ലേലൂയ. ഞാനാണ് വഴി. ഹല്ലേലൂയ. ഞാനാകുന്ന വഴിയിൽ കൂടി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അല്ലാതെ പിതാവിന്റെ സന്നിധിയിൽ ആർക്കും ചെല്ലാൻ പറ്റില്ല. ഞാനാണ് വഴി, സത്യം, ജീവൻ. എന്നിൽ കൂടിയല്ലാതെ, ഞാനൊരു വഴി കാണിച്ചു തരാമെന്നല്ല, ഞാനെന്ന വഴിയിൽ കൂടിയല്ലാതെ. ഹല്ലേലൂയ. ഓ റബാദിക സിഖന രഗടക ദഗസിൽ ഖരവരബടക റോം സിഖനി ദഗടക ശീഖല രദ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രത്യാശിക്കുന്നത് എൻ്റെ നങ്കൂരം യേശുവാ. പ്രൈസ് ദി ലോർഡ്. ആ യേശു എന്ന നങ്കൂരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ നങ്കൂരം ഒരിക്കലും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പൊട്ടുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ അവിടെ എത്തിക്കുന്ന ഒരു നങ്കൂരമാണ് എന്നെ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നങ്കൂരം ഉണ്ടെങ്കിൽ, ആ നങ്കൂരത്തിലാ പിടിയെങ്കിൽ, റോമാലേഖനം നമ്മൾ പഠിച്ച 5-ന്റെ 2 തൊട്ട് ഒന്നുകൂടെ വായിക്കാം. റോമാലേഖനം 5:1 തൊട്ട് നോക്കി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് 2, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ഈ ദൈവത്തോട് സമാധാനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനൊരു ഷോർട്ടായിട്ട് തന്നതാ, നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ചെയ്തതാ. നോക്കിയേ, എങ്ങനെയാണ് നിങ്ങൾ പ്രവേശിച്ചത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. അടുത്ത വചനം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അനേകരും നോക്കിയിട്ട് നടക്കാൻ കാര്യമാണ്. യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ആ വിശ്വാസത്താൽ അതിലേക്ക് പ്രവേശിക്കുക. നാം ദൈവദേശത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവദേശത്തിൽ പ്രശംസിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളിലല്ല, യേശുവിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവതേജസ്സിൻ്റെ പങ്കാളിത്തത്തിലാണ് എൻ്റെ പ്രത്യാശ. ഇവിടെ ഇന്ന് മാറ്റപ്പെട്ടാലും പ്രൈസ് ദി ലോർഡ്, ആ പ്രത്യാശ അതിലാ. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവിൻ്റെ വരവ് ലേറ്റായാലും എന്നായാലും മരണമായാലും ഈ പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ക്രിസ്തു മൂലം കൃപയാൽ എനിക്ക് ലഭിച്ചതാ. അടുത്ത വചനം ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ അടുത്ത 2 വചനം കൂടെ വായിക്കുക. നോക്കിയേ, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും. നോക്കിയേ, സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഒക്കെ എന്തുകൊണ്ടാ? എടാ, ഞാൻ എൻ്റെ എന്ത് യോഗ്യതയാ ഇതിലേക്ക് പ്രവേശിക്കാൻ? ഒരു യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തിയാൽ നോക്കിയവർ എത്തപ്പെട്ടില്ല. അത് ആരാ? യഹൂദന്മാർ നോക്കി പ്രവൃത്തിയാൽ നേടാമത്. പക്ഷെ വിശ്വാസത്താൽ ചെന്നവർ മാത്രമേ ചെല്ലാൻ പറ്റൂ. അപ്പോൾ കഷ്ടത, സഹിഷ്ണുത, സഹിക്കാനുള്ള കഴിവ്. കഷ്ടത വരുമ്പോൾ സഹിക്കാനുള്ള കഴിവ്. ആ സഹിഷ്ണുതയിൽ നിന്ന് എന്തോ വരും? സിദ്ധത എന്ന് പറഞ്ഞാൽ ഭക്തി കൂടും, അല്ലേ? സഹനശേഷി വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ഭക്തി കൂടും. ഭക്തി കൂടിയിട്ട് എന്തായി മാറും? പ്രത്യാശ. ആ ഏത് പ്രത്യാശയാ? ആ പ്രത്യാശ ഉള്ളത് കൊണ്ട് കഷ്ടങ്ങളിലും
പ്രത്യാശിക്കുന്നു. കാരണം എന്താ? കഷ്ടങ്ങളിലും പ്രത്യാശിക്കുന്നതിൻ്റെ കാരണം പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നല്ലോ. അപ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തതിൻ്റെ കാര്യം ദൈവസ്നേഹം എന്നിലേക്ക് പകർന്നു കിടത്തേക്ക്. ഹല്ലേലൂയ. എന്ത് കഷ്ടങ്ങളിൽ കൂടി പോയാലും, എന്ത് അവസ്ഥയിൽ കൂടി കയറി പോയാലും, ഹല്ലേലൂയ, ആ ദൈവസ്നേഹം എന്നെ പൊതിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. എന്താ വരാത്തത്? കഷ്ടതയുണ്ട്, സഹിഷ്ണുതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ നടുവിലും പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്നേഹം. അത് യഥാർത്ഥമായി വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊള്ളാം. പത്രോസ് പറയുന്നതിൻ്റെ കാര്യം അതാ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി 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 ടു ലോർഡ്. ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഒരു വചനമുണ്ട് ഇങ്ങനെ അല്ലേ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പരീക്ഷയിൽ നമുക്ക് ദൈവസ്നേഹം നമ്മളെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വചനം കൊണ്ടുണ്ട് അല്ലേ, 1 കൊരിന്ത്യർ 10:13 തോന്നുന്നു. 1 കൊരിന്ത്യർ 10:13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നത് പരീക്ഷയോട് കൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ കഷ്ടത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളാണോ അതോ ദൈവമാണോ? നിങ്ങളുടെ കഷ്ടത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണോ നിങ്ങളാണോ? നിങ്ങൾ കൺട്രോൾ ചെയ്താൽ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെ അതിജീവിക്കാനുള്ള പോക്ക് വഴി ദൈവം ഒരുക്കിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ദൈവം വിശ്വസ്തനാ, വാക്കുമാറാത്തവനാ. മനുഷ്യൻ വാക്കുമാറും, ദൈവം ഒരിക്കലും വാക്കുമാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് കൃപയിലേക്ക് പോകണം. നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ നിങ്ങൾ കൃപയിൽ ആശ്രയിക്കണം, സ്വയത്തിൽ ആശ്രയിക്കരുത്. അനേകർക്ക് കുഴപ്പമെന്നറിയോ, കഷ്ടം വരുമ്പോൾ സ്വയത്തിൽ ആശ്രയിക്കരുത്, കൃപയിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. കൃപയിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ കൂടെ സഹനശേഷി കിട്ടും. ആ സഹനശേഷി കിട്ടുമ്പോൾ ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാൻ വേണ്ടുന്നത് ഹല്ലേലൂയ കൃപ പെരുകും. ഹല്ലേലൂയ. ഗ്ലോറി. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കണം. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ കൃപ അധികമായി എന്നിലേക്ക് പകരുന്നു. ഹല്ലേലൂയ. ആ കൃപ അധികമായി പകരുന്നു. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം ഇതിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും മാറട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. ഹീലിംഗ് സംഭവിക്കട്ടെ ഇൻ ദി നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങൾക്ക് നിങ്ങൾക്കൊരു പോക്ക് വഴി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ചിലരുടെ കഷ്ടങ്ങൾ, ചിലരുടെ ദുഃഖങ്ങൾ മാറട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. യെസ്, റിസീവ് ദി ഫയർ. കഷ്ടങ്ങൾ, ഹല്ലേലൂയ, കഷ്ടങ്ങളിൽ കൂട്ടായിരിക്കുന്ന കർത്താവിന്റെ കരം. ഹല്ലേലൂയ. പോക്ക് വഴി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞെ, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവം ഇട്ടിരിക്കുന്നതാ. അതിന്റെ അകത്തൂടെ നീ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അതിന്റെ പോക്ക് വഴി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ ഹല്ലേലൂയ വിശ്വസ്തൻ.
പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അവൻ്റെ സ്നേഹം അടുത്ത് നിൽക്കുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഓ ഹല്ലേലൂയ. എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. പ്രതികൂലങ്ങൾ കണ്ട് തകർന്നു പോകുന്നതല്ലത്. ഹല്ലേലൂയ. യെസ്. എന്നെ വിളിച്ചത് എൻ്റെ യോഗ്യത കണ്ടല്ല, കൃപയാൽ 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 വിശ്വാസത്താൽ എനിക്ക് അതിലേക്ക് പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ഒരു ചരണം എൻ്റെ നാവിലിങ്ങനെ വരുന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു, എന്നുള്ളവേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. നന്ദിയോടെ പാടി പുകഴ്ത്താ എന്നാം തരംഗമേയാനു. നന്ദിയോടെ പാടി. ആ സ്റ്റാൻസയുടെ ആദ്യം എങ്ങനെയാണ്? തൻ്റെ ദേഹം എന്ന തിരശീല ചിന്തി. അതിൻ്റെ സുരലോക സുഖം വേടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വേടിഞ്ഞു എന്നെ തേടി തൻ്റെ ദേഹം മോക്ഷമാർഗം തൻ്റെ ദേഹമെന്ന. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ചോ പ്രാപിച്ചോ. ദൈവശക്തി പ്രാപിക്കട്ടെ. റിസീവ് ദി പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹോരിക ശധാരാരക ഓ ബീരക ശേഖര. നിന്നെ പുറകോട്ട് വലിക്കുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ വെളിപ്പാട് ഹല്ലേലൂയ സ്വീകരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കൃപ 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 കൃപയിലേക്ക് പ്രവേശനം. യെസ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവമായിട്ടുള്ള എൻ്റെ സമാധാനമാണ് അവനോട് ചേർന്നിരുന്ന് അവൻ്റെ ഇഷ്ടത്തിലെ ജീവിക്കാൻ പറ്റൂ. ഇനി എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുന്നതല്ല ഈ കൃപയെന്ന് പറയുന്നത്. എനിക്ക് തോന്നിയ പോലെ ജീവിക്കുക, കൃപയുടെ വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് തോന്നിയ പോലെ ജീവിക്കുന്നത്. യഥാർത്ഥമായിട്ട് അവനുമായിട്ട് സമാധാനം ഉണ്ടാക്കിയത് യേശുക്രിസ്തു മൂലമെങ്കിൽ ആ കൃപയ്ക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് അവൻ്റെ ഇഷ്ടത്തിലേ ജീവിക്കാൻ പറ്റൂ. അവൻ്റെ ഇഷ്ടത്തിലേക്ക് ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നതും അവൻ്റെ കൃപയാണ്. അവൻ്റെ കൃപയാണ് എന്നെ അനുനിമിഷം അവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ എന്നെ പ്രാപ്തരാക്കുന്നത്. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഫെയിലായടവാ. ഞാൻ ഫെയിലായിടത്ത് എൻ്റെ കർത്താവ് ജയിച്ചു. ഹല്ലേലൂയ. അവൻ്റെ കൃപയാ എന്നെ നടത്തുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഈ വലിയ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. നിത്യ തേജസ്സിനായി നിത്യ അവകാശത്തിനായി വിളിക്കപ്പെട്ടതാ. നിത്യ അവകാശത്തിനായി വിളിക്കപ്പെട്ടതാ. നിങ്ങൾ അനാഥരല്ല. സദാ ജീവിച്ചിരിക്കുന്ന ഒരുത്തരം നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് ഒരിക്കലും ഹല്ലേലൂയ വീഴാതെ വണ്ണം നിങ്ങളെ നിലനിർത്തുന്ന ഒരു കർത്താവുണ്ട്. പക്ഷേ ആ ഉറപ്പ് പ്രാപിച്ചോണം. നിങ്ങളും കർത്താവുമായിട്ടുള്ള ആ ബന്ധം ഹല്ലേലൂയ ആ ഉറപ്പിൽ മാത്രമേ ഓരോ സ്റ്റെപ്പും വെക്കാവൂ. ഹല്ലേലൂയ. പിശാച് നിങ്ങളെ തകർത്ത് കളയാൻ നോക്കും, ഈ ബന്ധത്തിൽ നിന്ന് പിരിക്കാൻ നോക്കും. അവിടെ ജയാളിയായി മാറുവാൻ, അവിടെ ജയാളിയായി മാറുവാൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഒരിക്കലും പരാജയപ്പെടരുത്, ഒരിക്കലും പരാജയപ്പെടരുത്.
ആ പ്രത്യാശ ദൈവത്തിന്റെ തേജസ്സാ. ദൈവത്തിൻ്റെ മെസ്സേജ് അതാണ്. ഞാനിത് എഴുതി തയ്യാറാക്കിക്കൊണ്ട് വരുന്നതൊന്നുമല്ല. ഞാൻ ഇന്നലെ ട്രിവാൻഡ്രത്ത് ഒരു ലോങ് ട്രിപ്പ് പോയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. പക്ഷെങ്കിൽ രാവിലെ എണീച്ചപ്പോൾ ദൈവം തന്ന മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു മെസ്സേജാണ്. അത് നിങ്ങളെ ഉറപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പതറിപ്പോകാതെ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക്, ആ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ നിങ്ങളെ ഇത് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കുക. നല്ല പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല കർത്തൃദിവസത്തിൽ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനം അത് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാകട്ടെ. ആ കൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ യാതൊരു മിടുക്കോ യോഗ്യതയോ കുടുംബ പാരമ്പര്യമോ ഒന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ ദേഹമെന്ന തിരിശീല ചീന്തി ഞങ്ങളെ അതിലേക്ക് വിളിച്ചു. ഹല്ലേലൂയ. ആ കൃപയിലേക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവത്തോട് സമാധാനത്താൽ ആ കൃപയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തത് നീയാ. ഞങ്ങൾക്കിനി നിലനിൽപ്പുണ്ടെങ്കിൽ ആ കൃപയിൽ മാത്രമാ. അത് നീ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാ. നിൻ്റെ ഇഷ്ടത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് ആ കൃപ എന്നിലേക്ക് പകർന്നിരിക്കുന്നത്. ഞങ്ങളിലേക്ക് ആ കൃപ പകർന്നിരിക്കുന്നത് നിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണം. ലോകത്തിൽ അനേകരുണ്ട് കർത്താവേ, അവരിലേക്ക് ഈ കൃപ പകർന്നിട്ടില്ല. എന്നാൽ ഞങ്ങളിലേക്ക് ആ കൃപ പകർന്നത് ഹല്ലേലൂയ നിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനാ. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. മുൻപേ അവൻ്റെ രാജ്യം നീതിയും അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്നതല്ല ഇവിടെ ഒരുക്കുമെന്ന് പറഞ്ഞ ദൈവം കർത്താവേ, ഇതിൻ്റെ അകത്ത് ഭാരത്തോടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഡേ സിസ്റ്ററിൻ്റെ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ടെസ്സിക്ക് വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഈ സമയം ഇവിടുത്തെ 5 മണിക്ക് അവിടുത്തെ 3:30 മണിക്ക് നിൻ്റെ മകൾ എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോൾ നിൻ്റെ കരം കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ ആലോചനയാൽ നിറയ്ക്കണമേ. ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെ നിൻ്റെ മകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കർത്താവേ, ആ DET എക്സാമിനേഷന് ഉന്നത വിജയം പ്രാപിപ്പാൻ നിൻ്റെ മകളെ അവിടുന്ന് പ്രാപ്തരാക്കണം. അത് നിൻ്റെ ഗ്രേസാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ മകളുടെ ബുദ്ധിയോ കഴിവോ അല്ല, അതിനപ്പുറമായി നിന്റെ ഗ്രേസിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ. ശാലോൺ യാത്രയായി കർത്താവേ, എൻ്റെ പഠനത്തോടനുബന്ധിച്ച് അവിടെ ആയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ലിബിനും കൂടെ ജോയിൻ ചെയ്യുന്ന കുടുംബമായിട്ട് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെടട്ടെ. നിൻ്റെ കൃപ അതിലേക്ക് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അകത്ത് ഭാരത്തോടെ ഇരിക്കുന്ന അനേക യൗവനക്കാരുണ്ട്, കടന്നു വരാത്ത യൗവനക്കാരുണ്ട്. അവരുടെ ഭാവി ഹല്ലേലൂയ അവരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി നീട്ടണമേ. അവർക്ക് ഒരുക്കേണ്ടുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പാതകൾ അവർക്ക് കർത്താവെ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഭാരത്തോടെ വന്നിരിക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുന്നവർക്ക്, രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് രോഗത്തിൻ്റെ സൗഖ്യം ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് വേണ്ടുന്ന ആശ്വാസം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ബെനഡിക്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് കോവിഡിൻ്റെതായ അസ്വസ്ഥതകളിൽ നിന്ന് സൗഖ്യം കൊടുക്കണമേ. അമ്മാവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യത്തോടെ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ചു അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. സഹദേവനായി ഹല്ലേലൂയ പൂജയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളും ആദ്യമായി അനേക വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് കടന്നു വന്നല്ലോ. പൂജയും ഒരുമിച്ച് കുടുംബത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രാജുവിനായി, അതുപോലെ തന്നെ കുഞ്ഞുമോൻ ഹല്ലേലൂയ ഒന്നിക്ക് വന്നിരിക്കുന്നല്ലോ. കർത്താവേ, രോഗത്താലൊക്കെ ഭാരപ്പെട്ടെന്ന് ഇന്ന് കടന്നു വന്ന് കുടുംബമായി കടന്നു വന്നിരിക്കുന്നു. അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുവാനുള്ള കുടുംബങ്ങളിലെ മറ്റ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കൃപയിൽ നിന്ന് വീണു പോകരുതേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവരാരും കർത്താവേ കൃപ ഗണ്യമാക്കാതെ ഹല്ലേലൂയ നിരസിക്കരുതേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അവരുടെ ഹൃദയം പരിശുദ്ധാത്മാവ് തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ചർച്ചക്കാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഹല്ലേലൂയ അനേകരുണ്ട്. കർത്താവേ, വീണു പോകരുതേ. ഹല്ലേലൂയ. നീ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിലേക്ക് അവരെയും കൂട്ടി വരുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ഹിന്ദി സർവീസിനായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ഹിന്ദി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി വരുവാനും കൂടുതൽ ആൾക്കാരെ
അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് കർത്താവേ, ആ ദൈവത്തിൻ്റെ സത്യവചനം കേട്ട് അവരിലും ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ബുധനാഴ്ച നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ദൈവദാസൻ കർത്താവെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി മുന്നേറുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. എല്ലാ മഹത്വം കർത്താവിന്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും കൂടി വേണ്ടി നയിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.